റാം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ജ്യോതി, എന്റെ പേഴ്സ് കണ്ടോ? പേഴ്സ് എവിടെയാ വെച്ചെന്ന് വെച്ചാ അവിടെ നോക്കിയാ മതി. കണ്ടെങ്കിൽ ഒന്ന് പറയുന്നേ. ദേ, ഞാൻ വേഷം പോലും മാറിയിട്ടില്ല കേട്ടോ. ഒന്ന് മുറിയിൽ ഇറങ്ങുന്നുണ്ടോ? ആ, കിട്ടി 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 കിട്ടി. ഓ ദൈവമേ, ലേറ്റായി. അയ്യോ, ബുൾസൈ എവിടെ? ബുൾസൈക്ക് ഇപ്പോഴാണോ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന. കുന്തം പറഞ്ഞു. സംഗതി ആകെ അവതാളത്തിലായിന്നാ തോന്നുന്നത്. പുറത്തൊരു ഭൂകമ്പം ഉണ്ടായാലും കഥവ് തുറക്കരുത്. എന്താ? ഒരു വൻ കുരിശ് പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. എന്റെ അമ്മാവന്റെ മകൻ കയറി കഥ അടച്ചോ. ഈ പണ്ടാറ്. പാലിന്റെ കാശ്. അയ്യോ, ഗോപിയേട്ടനല്ലേ? പാൽക്കാരനാണെന്ന് വിചാരിച്ചല്ലേ ഞാൻ കാശെടുക്കാൻ പോയത്. തനി ഗോപിയേട്ടന്റെ രൂപ ഞങ്ങളുടെ പാൽക്കാരന്. ഒരു ഗോപിയേട്ട വരൂ. ഈശ്വരോ രക്ഷ. മനസ്സ് നിറഞ്ഞു. എത്ര നാളായിട്ട് കൊതിക്കുന്നതാ എന്റെ രാമുവിനെ ഒന്ന് നേരിൽ കാണാൻ. ചോറ്റാനിക്കരയും ഗുരുവായൂരും പോയിരുന്നു. രാമുവിന് നന്മ വരുത്തണേന്ന് ഹൃദയമൊരുക്കി പ്രാർത്ഥിച്ചു. ഇതാ പ്രസാദം. അല്ല, അത് ഗോപിയേട്ടൻ നിരീശ്വരവാദിയായിരുന്നല്ലോ. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ അറിയൂ. ഏവം സേതുമാധവം മുകുന്ദം കുംഭീതലേ ഗ്ലാനിർഭവതി ഭാരതി. ഗോപിയേട്ടൻ വേറെ എവിടേക്കെങ്കിലും തീർത്ഥാടനത്തിന് പുറപ്പെട്ടതാണോ? എല്ലാ തീർത്ഥാടനവും കഴിഞ്ഞു. ഇനി എന്റെ രാമുവിന്റെ കൂടെ കുറേ നാളൊന്ന് വിശ്രമിക്കണം. ഇവിടെയാ? രാമു എവിടെയാന്ന് വെച്ചാൽ അവിടെ. ഞാനിവിടുന്ന് പോവുക. ഞാനും കൂടെ വരാം. എവിടേക്ക്? എവിടേക്കായാലും അവിടെയൊക്കെ ദൈവങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ കാണുമല്ലോ രാമു. ഞാൻ ഗൾഫിലേക്കാ പോകുന്നത്. അവിടെയും ക്ഷേത്രങ്ങൾ പണിതുയർത്തി കഴിഞ്ഞു. വട്ടപ്പാറ ഗംഗാധരൻ ഒമാനിലെ ഹിന്ദു ക്ഷേത്രത്തെ പറ്റി എന്നോട് എന്തുമാത്രം സംസാരിച്ചിരിക്കുന്നു. അതല്ല, ഗൾഫിലേക്ക് വന്ന നാട്ടിലുള്ള ഭാര്യയും മക്കളും ഒക്കെ അവരെ ഞാൻ ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏത്, നമ്മുടെ പിഷാരടിയുടെ മോൻ ഈശ്വരനെ? അല്ല, അഖിലാണ്ട മണ്ഡലത്തിനും അധിപനായ ജഗദീശ്വരനെ. ഓ, അപ്പൊ നാട് വിട്ടു പോകുന്നതാണല്ലേ? നാടൊരു സങ്കല്പം മാത്രമാണ് രാമു. 7 വൻകരകളിലായിട്ട് എത്രയോ കോടി ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ഭൂമിയിൽ എനിക്കൊരു സെന്റ് ഭൂമിയില്ല രാമു. പിന്നെന്ത് നാട്? ഈശ്വര ഭഗവാനെ, എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. സ്വത്ത് പാർട്ടീഷൻ ചെയ്തപ്പോ പരമദുഷ്ടനായ ആ മനുഷ്യൻ എനിക്കൊരു തുണ്ട് ഭൂമി തന്നില്ല രാമു. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. അയാളെ ഞാൻ കോടതി കയറ്റും. പക്ഷെ വക്കീലിന് കൊടുക്കാനുള്ള ഒരു ചില്ലി കാശ് പോലെ എൻ്റെ ഇല്ല രാമു. ഏതായാലും ഗോപിയേട്ടൻ പെട്ടെന്നൊരു കുളി കുളിക്ക്. ഞാൻ തീവണ്ടിന്ന് കുളിച്ചതാ. പക്ഷെ ഒട്ടും വൃത്തിയായിട്ടില്ല. നമുക്ക് ഓഫീസിൽ പോകാനുള്ളത് അതുകൊണ്ടാ. നല്ല നാറ്റുണ്ട്. സോപ്പിട്ട് തന്നെ കുളിച്ചോളൂ. കയറിക്കോളൂ കയറിക്കോളൂ. അകത്തുനിന്ന് കഥ അടച്ചോളൂ. കുറ്റിയിട്ടോളൂ കുറ്റിയിട്ടോളൂ. എന്നെ വിളിച്ചോ? ഇല്ല, ഞാനിങ്ങനെ വെറുതെ താളം പിടിച്ചതാ. ഗോപിയേട്ടൻ പൊക്കോളൂ. ഇതുവരെ റെഡിയായില്ലേ? വേഗം, അയാൾ ഇപ്പൊ പുറത്തേക്ക്. ഇനി എന്താ? അയാളെ ഒരു കണക്കിന് ബാത്റൂമിൽ കയറ്റി കഥ അടച്ചിരിക്കാൻ കൊടുത്താൽ മതി. ഞാൻ പൊയ്ക്കോട്ടെ. പുറത്തു പോയിട്ടാ പോ. ഗ്യാസ് ഓഫ് ചെയ്ത് നോക്കണേ. വേഗം പുറത്തിറങ്ങ. ഇതെനിക്കെന്തിനാ പുഴുക്കി ഇവിടെ ഒരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ. കേട്ടൂല്ലേ? ഞാനും കേൾക്കാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. മുമ്പ് ഇതിനകത്തൊരു പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പീഡനം, സ്ത്രീധന പീഡനം. അവളുടെ പ്രേതം ചിലപ്പോ രാത്രിയിൽ ഇങ്ങനെ കഴുത്തിനെ പിടിക്കാൻ വരും. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് മാറുന്നത്. ഗോപിയേട്ട വേഗം റെഡിയാവും, ഓഫീസിൽ പോകാൻ വൈകും. അല്ല, ഇതിലെ അപ്പുറത്ത്.
ആ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വാ. ആ രാമു സാർ ഇന്ന് നേരത്തെയാണല്ലോ. ഉം. ഇതാരാ സാറേ, നാട്ടിൽ നിന്നുള്ള പുതിയ ഇറക്കുമതിയാണോ? അതെ, വൈകുന്നേരം കയറ്റുമതി ആയിക്കോളൂ. ഇന്നോ? എന്റെ രാമു, എന്റെ പ്രശ്നങ്ങള് അറിയാം, പക്ഷേ എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ല. ഞാൻ നിന്നെ ജോലിയിൽ സഹായിക്കാം. സഹായിക്കാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ? ഗോപിയേട്ടൻ ഒരു കാര്യം ചെയ്യ, ഇവിടെ ഇരിക്കും. ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും? ഉച്ചക്ക് മതി. തനിക്ക് ഏതെങ്കിലും തുക്കട ലോഡ്ജറിയെങ്കിലും ഒരു മുറി ശരിയാക്ക്. ഈ മാരണം പെട്ടെന്നൊന്ന് ഒഴിഞ്ഞു പോകും തോന്നുന്നു. ആരെങ്കിലും ഒരു ചായ തന്നിരുന്നെങ്കിൽ. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ, ഒന്നും ചെയ്യരുത്, അടിക്കരുത്, അടിക്കരുത്. പുതിയ ആളാ, എന്റെ ബന്ധുവാ, നാട്ടിൽ നിന്ന് വന്നതാ. തന്നെ ബന്ധുവാണോ? വെളി വരാൻ പോയി സാർ പെട്ടി.